ട്രിവാൻഡ്രം തിരുമലയ്ക്ക് സമീപം ഒരു 3 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീടാണ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 വീട് കണ്ടോ, ഇത് 2 സെയിലിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീട് തിരുമലയ്ക്ക് സമീപമാണ് വരുന്നത്. 3.5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു രീതിക്കാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ഒരു കാർ വരാനുള്ള നല്ല സ്പേസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 കാർക്ക് നമുക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഫ്രണ്ട് മുറ്റത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. നമുക്ക് ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ച് കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ളും തന്നെ തേക്കിലാണ് തീർത്തിട്ടുള്ളത്. ബാക്കി ഈ വീടിൻ്റെ വുഡ് വർക്കെല്ലാം പ്ലാവും ആഞ്ഞിലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമുക്ക് ഒരുമിച്ചാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് 20x20 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൾട്ടിവുഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് 20x20 നമുക്കിവിടുത്തെ ഡയമെൻഷൻ വരുന്നത്. ടൈല് കണ്ടോ, നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാക്ക് സൈഡിലുണ്ടോ വാളിൽ ഒരു വാളാർട്ടൊക്കെ ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഈ ഭാഗത്താണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മിററും അതവിടെ ഒരു സിങ്കൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്താണ് കിച്ചൺ വരുന്നത്. നമുക്ക് കിച്ചൻ്റെ വിശേഷം നോക്കാം. അപ്പോൾ നമുക്ക് 10x10 ഡയമെൻഷനിലാണ് നമുക്കിവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ മുഴുവനും തന്നെ നമുക്ക് മൾട്ടിവുഡിലാണ് നമുക്ക് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. അത് ഈ ഭാഗത്തായിട്ട് സിങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഭാഗത്താണ് സിങ്ക് വരുന്നത്. ബാക്കി ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറകു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് കിണറും അപ്പുറത്ത് നനകല്ലും നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്കിവിടുത്തെ കിച്ചൻ്റെ തറ കണ്ടോ, ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഒരു ബെഡ്റൂമും ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു ബെഡ്റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് മുകളിലൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ്. നമുക്ക് ഒരു 3 ഡോർ വരുന്ന ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നടുക്ക് തന്നെ ഉണ്ടോ ഒരു മിററും ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ബാത്റൂം ഉണ്ടോ, PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ള വരുന്നത്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഒരു ലീഫിൻ്റെ പാറ്റേണാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി മിററും സിങ്കും ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് മുകളിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ച വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴി നമുക്ക് മുകളിലോട്ട് പോകാം, ഫസ്റ്റ് ഫ്ലോറിലോട്ട്. ഇപ്പോൾ സൈഡിൽ വരുന്ന ഹാൻഡിൽസ് തടിയും സ്റ്റീലുമാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല ലൈറ്റിംഗ് ഉണ്ടോ, മുകളിൽ ആ ഭാഗത്ത് നമുക്ക് നല്ല ലൈറ്റിംഗ് വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. കയറിപ്പോകുന്ന ഈ സൈഡ് പോർഷനിൽ നമുക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനൈറ്റാണ് നമുക്കിവിടെ തറയിൽ നമുക്കിവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 20x18 ഡയമെൻഷനിലാണ് നമുക്ക് കാണുന്ന ഒരു ലിവിങ് ഏരിയ വരുന്നത്. തറയെ ഫുള്ളും തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്തും ഒരു ബെഡ്റൂം അപ്പുറത്താണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നുണ്ടോ, ഈ ഭാഗത്താണ് വാഷിംഗ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമാണ് നോക്കുന്നത്. നമുക്ക് 12x12 ഡയമെൻഷനിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും നേരത്തെ കണ്ട മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഈ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇപ്പോൾ ഈ ഒരു PVC ഡോറിൻ്റെ പാറ്റേണിലുള്ളതാണ് നമുക്കിവിടെ ബാത്റൂം വരുന്നത്. ഞാൻ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയൊരു ബാത്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിററും സിങ്കും ബാക്കി അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്കിവിടെയും ചെയ്തിട്ടുണ്ട്. ഷവറൊക്കെ നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്.
ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇവിടെയും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് തന്നെ ഇവിടെ മിറർ വരുന്നുണ്ട്. എല്ലാം സെയിം ടൈപ്പാണ് നമുക്ക് ഈ ഒരു വീടിന് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട ആ ഒരു ബെഡ്റൂമിൽ വരുന്ന സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. കണ്ടോ, സിങ്കും ബാക്കി എല്ലാ സംഭവവും സെയിം ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാൽക്കണി വരുന്നത്. 10x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് വരുന്നത്. ഇതാണ് നമുക്ക് താഴെ കിടന്ന റോഡ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. നമുക്ക് ടെയില് നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട അതേ ടെയിലാണ്. നമുക്കിവിടെ സൈഡിൽ ഗ്ലാസും സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് 65 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീടാണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.